ഏഴിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ 2026-27 വർഷത്തെ കരട് ബജറ്റ് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ CM രാജഗോപാൽ അവതരിപ്പിച്ചു. നമ്മുടെ പഞ്ചായത്തിലെ ഈ ബഡ്ജറ്റിൽ നമ്മൾ 23,27,00,000 രൂപ 27,57,8,000 നമ്മൾ വരവ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് നമ്മൾ ചെലവ് പ്രതീക്ഷിക്കുന്നത് 14,68,49,000 രൂപയാണ് നമ്മൾ ചെലവ് പ്രതീക്ഷിച്ചുകൊണ്ട് നീക്കിയിരിപ്പായിട്ട് 9,89,00,000 രൂപയാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഈ ജില്ലയിൽ തന്നെ ഏറ്റവും ചെറിയ പഞ്ചായത്തും വരുമാനത്തിൽ ഏറ്റവും ചെറിയ പഞ്ചായത്തുമാണ് ഏഴിക്കര ഗ്രാമപഞ്ചായത്ത്. നമ്മൾ ഈ നമ്മുടെ പദ്ധതി പണവും നമുക്ക് ലഭിക്കുന്ന പ്ലാൻ ഫണ്ടും ജനറൽ പർപ്പസ് ഫണ്ടും എല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് വളരെ നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് പഞ്ചായത്തിനെ ഏറ്റവും ദോഷകരമായിട്ട് ബാധിക്കുന്നത് വേലിയേറ്റ വെള്ളപ്പൊക്കമാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വേലിയേറ്റ വെള്ളപ്പൊക്കത്തിൻ്റെ ഏറ്റവും രൂക്ഷമായ കാര്യങ്ങൾ നമ്മൾ കണക്കാക്കിക്കൊണ്ട് ഒരു ഏജൻസി ഇവിടെ വന്ന് സർവേ നടത്തി ആ വേലിയേറ്റ വെള്ളപ്പൊക്കം തടയാനുള്ള പദ്ധതികൾ വളരെ നല്ല രീതിയിൽ ആസൂത്രണം ചെയ്ത് നമ്മൾ നടപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ഏറ്റവും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ഗ്രാമപഞ്ചായത്തിലെ ഉത്തരവാദിത്ത ടൂറിസത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ കഴിഞ്ഞ ഭരണസമിതി വളരെ നല്ല രീതിയിൽ കുറേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി കുറേ കാര്യങ്ങൾ കൂടി അതിൽ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ഉത്തരവാദിത്ത ടൂറിസം വന്നാൽ മാത്രമേ പൊക്കാളിയും അതുപോലെ തന്നെ മത്സ്യബന്ധനവും ആ കാര്യങ്ങളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഏഴിക്കര ഗ്രാമപഞ്ചായത്തിന് എന്തെങ്കിലും ഒരു വരുമാനത്തിലേക്ക് മുമ്പോട്ട് വരാൻ സാധിക്കണമെങ്കിൽ അത് ഉത്തരവാദിത്ത ടൂറിസത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ഞങ്ങളുടെ തിരിച്ചറിവ്. അതുപോലെ തന്നെ ഈ ബഡ്ജറ്റിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മുന്തിയ പരിഗണന കൊടുക്കുന്നത് ഭവന നിർമ്മാണ രംഗത്താണ്. ഈ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തുക നമ്മൾ നീക്കി വയ്ക്കുന്നതും ഭവന നിർമ്മാണ മേഖലയിൽ തന്നെയാണ്. അതാണ് ഈ ബഡ്ജറ്റിന്റെ ഹൈലൈറ്റ് ആയിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏഴിക്കര ഗ്രാമപഞ്ചായത്തിലെ 14 പഞ്ചവത്സര പദ്ധതിയുടെ അവസാന ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ ഭരണസമിതി ഏറ്റെടുത്തതിന് ശേഷം ആദ്യത്തെ ബഡ്ജറ്റാണിത്. നമുക്ക് കിട്ടുന്ന പരിമിതമായ സ്രോതസ്സുകളിൽ നിന്ന് വളരെ വിപുലമായ ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമുക്ക് തനത് ഫണ്ട് കുറവുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് ഏഴിക്കര. തീർച്ചയായിട്ടും നമ്മൾ മറ്റു സ്രോതസ്സുകളിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ ഉൾപ്പെടെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA, MP അതേപോലെ തന്നെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആണ് നമ്മൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഇങ്ങനെയുള്ള CSR ഫണ്ടുകൾ വളരെ നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടുപോകുന്നു. നമ്മൾ വളരെ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും അത്യാവശ്യമായ ലൈഫ് പദ്ധതി, അതേപോലെ തന്നെ പൊക്കാളി മത്സ്യ സമ്പത്തുകളുടെ വിപുലീകരണം എന്നിവയ്ക്ക് വേണ്ടിയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ ബഡ്ജറ്റ് വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റിന് ഞാൻ ഈ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു.